ഉള്ളൂ. അയ്യപ്പനെ കാണാൻ പോകുന്ന ആളുകൾ വാവൂർ സ്വാമിയെ വണങ്ങിയിട്ടാണ് പോകുന്നത്. അയ്യപ്പന്റെ മൂലസ്ഥാനമായിട്ടുള്ള എരുമേലി ചെല്ലുമ്പോൾ വലതുവശത്ത് ശാസ്താവിന്റെ ക്ഷേത്രവും ഇടതുവശത്ത് പള്ളിയുമാണ്, വാവൂർ സ്വാമിയുടെ പള്ളിയുമാണ്. പെട്ടതുള്ളി ഇപ്പുറത്തൂടെ വന്ന് കടന്നു പോകുന്ന കാണുന്നത് തന്നെ എന്തൊരു സന്തോഷമാണ്. ഞാൻ ഇടയ്ക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളി, ആദ്യത്തെ വള്ളംകളി, കേരളത്തിലെ തന്നെ ആദ്യത്തെ വള്ളംകളി എന്ന് പറയുന്നത് മൂലം വള്ളംകളിയാണ്. മൂലം വള്ളംകളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ വള്ളംകളി തുടങ്ങുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഭഗവാന്റെ പ്രസാദം മാപ്പിളശ്ശേരി എന്ന് പറയുന്ന ക്രൈസ്തവ തറവാട്ടിൽ കൊണ്ടു കൊടുത്തതിന് ശേഷമാണ്. ആ തറവാട്ടിലെ അംഗീകാരം വാങ്ങിച്ചിട്ടാണ്. കാരണം അത് പറയുന്നത് ശ്രീകൃഷ്ണസ്വാമിയെ കുറിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന വഴി നേരം വെളുത്തുപോയി, മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ് ചരിത്രം. അപ്പോഴാണ് മാപ്പിളശ്ശേരി എന്ന് പറയുന്ന ക്രൈസ്തവ തറവാട് പറഞ്ഞു, ഇവിടെ സൂക്ഷിച്ചു വെക്കാം. കുട്ടനാട്ടിലെ ആണ്, ചമ്പക്കുളത്താണ് മാപ്പിളശ്ശേരി വീട്. ആ മാപ്പിളശ്ശേരി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നെയാണ് അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും മാപ്പിളശ്ശേരി തറവാട്ടിൽ കാഴ്ചവെച്ചിട്ട് വള്ളംകളി ആരംഭിക്കുന്നത്. അങ്ങനെ എത്ര ഉദാഹരണം നമ്മുടെ നാട്ടിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇതെല്ലാം നിലനിന്ന് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു. അതെല്ലാം ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയാണ് കോടതിയുടെ പരാമർശം ഇന്ന് വന്നത്. നമുക്കെല്ലാം അറിയാം, BJP വീണ്ടും ഇന്ത്യയിൽ ഭരിക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ വല്ലാത്ത ഇന്നത്തെ ഈ ഒരു അവശേഷിക്കുന്നതുകൂടി, ഒരുപാട് വിഷയങ്ങളുണ്ട്, അവശേഷിക്കുന്നതുകൂടി തകർന്നു പോകും. ഒരു ഭാഗത്ത് ഇത് പറയുമ്പോൾ മറുഭാഗത്ത് വളരെ സമർത്ഥമായി അവർ കോർപ്പറേറ്റ് വൽക്കരണം നടത്തുന്നു. അവർ നടത്തുന്ന ചെയ്തികൾക്കെതിരെ ആളുകൾ ശബ്ദമുയർത്തുമ്പോൾ അവരിതെല്ലാം എടുത്തിടും, ഇല്ലേ? മിനിഞ്ഞാന്നല്ലേ ഡൽഹിയില് മുഖ്യമന്ത്രി മനോജ് സിസോദിയെ അറസ്റ്റ് ചെയ്തത്? കാരണം കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യമില്ലാത്ത ഗവൺമെന്റിന് നമ്മുടെ ഗവൺമെന്റിനോടുള്ള സമീപനം നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെയാണ് അവർക്കെതിരായുള്ള സംസ്ഥാനങ്ങളെ, അതിന്റെ ഭരണാധികാരികളെല്ലാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ സാമ്പത്തിക നയത്തിന്റെ ഫലമായി ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ആളുകൾ അതിനെതിരെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇന്നത്തെ ഇന്ത്യയിൽ ഇവരുടെ ഭരണത്തിന്റെ ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ എത്രയോ വലുതാണ്. പട്ടിണി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജനസംഖ്യ കൊണ്ട് സമ്പന്നമായ രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇന്ത്യ രാജ്യത്തെ 28 കോടിയോളം വരുന്ന മനുഷ്യർ അതീവ ദാരിദ്ര്യത്തിലാണ്. ആഗോള പട്ടിണി സൂചികയിൽ നമ്മുടെ സ്ഥാനം 107-ാമതാണ്. രാജ്യത്തിന്റെ പൊതുമേഖലയെ പൂർണ്ണമായും അവർ തകർത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2 കോടി തൊഴിലവസരങ്ങൾ തരുമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരെ അവർ ദ്രോഹിക്കുന്നു. തൊഴിലില്ലായ്മ അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ രാജ്യത്ത് നിൽക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു 10-12 ലക്ഷം പോസ്റ്റ് അവർക്ക് ഫില്ല് ചെയ്യാൻ കഴിയുമെന്നും അവർ ചെയ്യത്തില്ല. കാർഷിക രാജ്യമായുള്ള ഇന്ത്യയിലെ കൃഷിക്കാരെ ദ്രോഹിക്കുന്ന നടപടികളാണ് അവർ നടത്തുന്നത്. അവർ കൊണ്ടുവന്ന നിയമം അവർക്ക് തന്നെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു. തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ കവർന്നെടുക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൊഴിലാളികൾ നടത്തിയ ഐതിഹാസികമായ പണിമുടക്ക് സമരത്തിന് പിന്തുണ കൊടുത്തവരാണ് നമ്മൾ. രാജ്യത്തെ സ്ത്രീകൾ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ, ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. വല്ലാത്തൊരവസ്ഥയിലൂടെ നമ്മുടെ നാട് കടന്നു പോവുകയാണ്. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന നമ്മുടെ നാട്. അങ്ങനെയുള്ള ഈ നാടിനെ രക്ഷിക്കാൻ എന്തെങ്കിലും നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ടോ? അവരുടെ ഭരണം രാജ്യത്തെ കുത്തകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. രാജ്യത്തെ കോർപ്പറേറ്റുകൾ ഓരോ ദിവസവും തടിച്ചു കൊഴുകുകയാണ്. അദാനിക്കൊരു ക്ഷീണവുമില്ല, അംബാനിക്കൊരു ക്ഷീണവുമില്ല. 102 കുത്തകളുടെ സ്ഥാനത്ത് നിന്ന് 166 മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരുടെ ഭരണം കുത്തകകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ഭരണം പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇവിടെ സഖാവ് സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരുപാട് സഹോദരിമാർ ഇതിനകത്ത് ഉണ്ട്. തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 1ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും വലിയ അംഗസംഖ്യ ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ 63 MP-മാർ. ആ 63 MP-മാരുടെ പിന്തുണ കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയെടുക്കുന്നത്. കാരണം അന്ന് നമുക്കറിയാം, കോൺഗ്രസിന്റെ നിലപാട് ആദ്യം ഒരു സ്കീമായിട്ടെടുത്താൽ മാത്രം മതി എന്നാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു, കുടുംബത്തിന് ഒരാൾക്ക് 100 ദിവസം തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതി അത് ശരിയായ രൂപത്തിൽ നടക്കണമെങ്കിൽ ഒരു നിയമം തന്നെ രാജ്യത്തുണ്ടാക്കണം. അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടുന്ന വലിയ പരിശ്രമം നമ്മൾ നടത്തുകയും നിയമനിർമ്മാണത്തിലൂടെ തൊഴിലുറപ്പ് പദ്ധതി യാഥാർത്ഥ്യമാകുകയും ചെയ്തു. നമ്മുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്ന് ആദ്യമൊക്കെ UPA ഗവൺമെൻറ്റിൻ്റെ ആദ്യ ഘട്ടത്തിൽ കുറച്ചധികം തുക നീക്കി വെച്ചിരുന്നുവെങ്കിൽ രണ്ടാം UPA ഗവൺമെൻറ് ആയപ്പോഴേക്കും തുക വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പാർലമെന്റ് അവരതിനെ തോപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തവരാണ്. അവർക്ക് പദ്ധതിയോട് ഒരു താല്പര്യവുമില്ല. അങ്ങനെ അവർ എതിർത്ത് വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വോട്ട് കൊണ്ട് പദ്ധതി വന്നു കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി പോയെങ്കിൽ ഇന്നിപ്പോൾ അവർ അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. 60,000 കോടി രൂപ മാത്രമാണ് അവരതിനകത്ത് വെച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെല്ലാം ഇവിടെയുണ്ട്. എങ്ങനെയാ പദ്ധതി നന്നായി നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകും? ഏറ്റവും നന്നായി പദ്ധതി നടക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ സംസ്ഥാനം. ഇത്തവണത്തെ ബഡ്ജറ്റിൽ നല്ല തുക നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെ പോലെ ഒരു പദ്ധതി പോലും അട്ടിമറിക്കുവാൻ ഒരു മടിയുമില്ലാത്ത ഇന്ത്യ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായി ശക്തമായി പോരാടാൻ കഴിയണം. എല്ലാ മേഖലകളിലും അവർ കൈവച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ പത്രത്തിലും വായിച്ചില്ലേ, ആകാശവാണിയെ ദൂരദർശനെയൊക്കെ പൂർണ്ണമായി അവർ നിയന്ത്രണ വിധേയമാക്കാൻ പോകുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ എല്ലാം വൻകിട കോർപ്പറേറ്റുകൾ വിലക്കെടുത്തു. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പലതും ഇവരും കൈയടക്കാൻ പോകുന്നു. ഫലത്തിൽ ശബ്ദിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ രാജ്യത്ത് സംജാതമാകും. കമ്മ്യൂണൽ കോർപ്പറേറ്റിനെ ഇതിൻ്റെ ദുരന്തം പേറുന്ന നമ്മുടെ രാജ്യത്തെ ജനതയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് CPM-ൻ്റെ ഈ ജാഥയിൽ ആ മുദ്രാവാക്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഏവരും അണിചേരണമെന്നാണ് ഈ ജാഥയിലൂടെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വളരെ അഭിമാനത്തോടു-കൂടി നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിനാകെ മാതൃകയായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഖാവ് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ വിശ്വാസമാണ്. ഈ രാജ്യത്തെ മതേതരവാദികളെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഉറ്റുനോക്കുന്നു. നിങ്ങൾ ഓരോ സ്റ്റേറ്റിലും ചെന്ന് നോക്ക്, അവർ ചോദിക്കും എങ്ങനെയൊക്കെയാണ് ഇന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നത്, നിങ്ങളുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നത്, എങ്ങനെയാണ് പുതിയ തലമുറയെ നിങ്ങൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമുക്കതെല്ലാം വിവരിക്കാൻ വലിയ സന്തോഷമാണ്. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്ത 600 നിർദ്ദേശങ്ങൾ പൊന്നാനിക്കാർക്ക് നന്നായിട്ടറിയാം. വലിയ മാറ്റമാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. നമ്മൾ പറഞ്ഞു ഈ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുവാനുള്ള സമഗ്രമായ പാർപ്പിട പദ്ധതി, ലൈഫ് പദ്ധതി. ആ പദ്ധതിക്കെതിരെ തലങ്ങും വിലങ്ങും വലിയ ആക്ഷേപമാണ് വലതുപക്ഷവും മാധ്യമവും എല്ലാം കൊണ്ടുപിടിച്ച് നടത്തുന്നത്. പക്ഷെ നമ്മൾ ഓർക്കണം, 3,22,692 വീട് തീർന്നു. ചെറിയ കാര്യമല്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയധികം വീട് കൊടുത്തിട്ടുണ്ടോ? രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ 40,000-ഓളം വീട് പൂർത്തിയായി. ബാക്കി അവശേഷിക്കുന്ന ആളുകൾക്ക് വീട് കൊടുക്കും ഈ നമ്മുടെ ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ. ഭൂമിയില്ലാത്ത കുറെ ആളുകളുണ്ട്. 3,41,000-ഓളം വരുന്ന ആളുകൾക്ക് ഭൂമിയില്ല. അവർക്ക് ഭൂമി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയില്ലേ? പട്ടയം കൃത്യമായി ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നു? അങ്ങനെ വരുമ്പോൾ ഈ ഗവൺമെന്റിനെ തകർക്കാൻ ആരും അനുവദിക്കില്ല. പുനർഗേഹം പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞു. കടൽ കയറ്റവും ഓക്കിയും എല്ലാം സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ. തീരപ്രദേശത്തെ മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇടതുപക്ഷം ഇതാ കടല് വിൽക്കുന്നു ഇല്ലേ? പക്ഷെ തീരദേശത്തെ 2 മണ്ഡലം ഒഴികെ 51 മണ്ഡലവും വലിയ ഭൂരിപക്ഷം കൊടുത്ത് ഇടതുപക്ഷത്തിനെ വിജയിപ്പിച്ചു. കാരണം ആദിവാസി സഹോദരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിഷമം അനുഭവിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളി, മത്സ്യമേഖലയിലെ ബഹുജനങ്ങൾ, സഹോദരങ്ങൾ. അവരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് വീട്, നല്ല ഒന്നാന്തര ഫ്ലാറ്റിനകത്തിൽ അവരെ താമസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ വിഭാഗം എങ്ങനെ ഈ പ്രസ്ഥാനത്തെയും ഈ ഗവൺമെന്റിനെയും എല്ലാം മറക്കും? പുതിയ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജോലിയാണ്.
കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് 1,61,000 ആളുകൾക്ക് നമ്മൾ ജോലി കൊടുക്കാൻ കഴിഞ്ഞു. ഇപ്പോ 40,000 ആളുകൾക്ക് ഈ ഒരു വർഷത്തിനകം കൊടുത്തു. ബാക്കി ആളുകൾക്ക് കൊടുക്കുന്ന 20 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്ന സമഗ്രമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ പുതിയ തലമുറ എങ്ങനെ മറക്കും? ഞാൻ മുമ്പേ സംസാരിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ അവര് രാജ്യത്തെ ചെറുപ്പക്കാരോട് എടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ചു സൂചിപ്പിച്ചു. മറക്കില്ല. പുതിയ വ്യവസായ സംരംഭങ്ങൾ, കേരളത്തെ കുറിച്ചുള്ള ആക്ഷേപം എന്തുവായിരുന്നു നേരത്തെ? ഇവിടെ ആരും വ്യവസായം തുടങ്ങാൻ വരില്ല. എന്തെല്ലാം കള്ളത്തരമാണ് പ്രചരിപ്പിച്ചത്. ഇന്ത്യ ഗവൺമെന്റ് തന്നെ തുറന്നിപ്പോ പറഞ്ഞില്ലേ, വ്യവസായം തുടങ്ങാൻ ഏറ്റവും പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ഒരുപാട് സംരംഭങ്ങൾ വരുന്നു. ഇന്ന് രാവിലെ ഞാനൊരു ചെറിയ വീഡിയോ കേട്ടു. അത് വിജയലക്ഷ്മി ലോണ്ടറിയെ കുറിച്ചാണ്. വിജയലക്ഷ്മിയാണ് പറയുന്നത്. വിജയലക്ഷ്മി പറയുകയാണ്, കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് എൻ്റെ മനസ്സിലെ സ്വപ്നമായിരുന്നു എനിക്കൊരു നല്ല സംരംഭം തുടങ്ങണം. പാലക്കാടുകാരി വിജയലക്ഷ്മി പറയുകയാണ്, ഞാൻ ഈ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി വ്യവസായ വകുപ്പിന്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഇന്ന സാറുമാരെല്ലാം എനിക്ക് വളരെ നല്ല സപ്പോർട്ട് തന്നു. എനിക്ക് നല്ല സഹായം കിട്ടി. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ ഞാൻ തുടങ്ങുന്ന ലോണ്ടറി, വിജയലക്ഷ്മി ലോണ്ടറി, ഒരു വലിയ വിജയമായി തീരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നല്ല പിന്തുണ എല്ലാ കോണുകളിൽ നിന്ന് ലഭിക്കുന്നു. അങ്ങനെ എത്ര വിജയലക്ഷ്മിമാര് പദ്ധതി തുടങ്ങാൻ മുന്നോട്ട് വരുന്നു. അവർക്കെല്ലാം നല്ല സഹായം സർക്കാർ കൊടുക്കുന്നു. അതാണ് ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത. അങ്ങനെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വരുന്ന ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും ഈ ഗവൺമെന്റിനെ മറക്കില്ല. ഇവിടെ ഒരുപാട് സഹോദരിമാരുണ്ട്. ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ അവാർഡ് സിന്ധുവിന്റെ ബ്ലോക്കിനാണ്, ഇല്ലേ? അന്നേരം കൈയടിക്കുന്നു. കണ്ടോ സിന്ധു? 20% തുക പദ്ധതിയിൽ ഇന്ത്യയിൽ എവിടെങ്കിലും നീക്കി വെച്ചിട്ടുണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് എത്ര കാലമായി നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു? നിർഭയ പദ്ധതി പ്രഖ്യാപിക്കും, കാശുവെക്കത്തില്ല. പ്രഖ്യാപനം നടത്തും. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. നമുക്കറിയാമോ, ഈ ഇന്ത്യ രാജ്യത്ത് ഈ കോവിഡ് കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നതിൽ വലിയ കുറവ് വന്നു. ഈ കേരളത്തിലെ സ്ത്രീകള് മുഖ്യധാരയിലേക്ക് വരുന്നു. എല്ലാ രംഗത്തും അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബജറ്റിൽ 10% തുക, ജനറൽ ബജറ്റിൽ വലിയ പരിഗണന, കുടുംബശ്രീ നല്ല സഹായം, 90 പദ്ധതിയുടെ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. അപ്പോൾ സ്ത്രീകള് ഈ ഗവൺമെന്റിനെ തള്ളിക്കളയില്ല. അങ്ങനെ സ്ത്രീകളോട് എടുക്കുന്ന സമീപനം കേരള ഗവൺമെന്റിന്റെ നമ്മൾ മനസ്സിലാക്കുക. 62 ലക്ഷം ആളുകൾക്ക് നമ്മൾ പെൻഷൻ കൊടുത്തു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 30 ലക്ഷം കൊടുത്തു, ഇപ്പൊ 62 ലക്ഷം കൊടുത്തു. BJPയും കോൺഗ്രസും മാധ്യമങ്ങളും പറയുന്നത് 62 ലക്ഷത്തെക്കാൾ വലുതാണ് 30 ലക്ഷം എന്നാണ്, ഇല്ലേ? പക്ഷെ നാട്ടുകാർ സമ്മതിക്കുമോ? പ്രായമായ ആളുകൾ എന്തൊരു സന്തോഷമാ, ഇല്ലേ? ഈ കാശും കൊണ്ട് നമ്മുടെ കൊച്ചുങ്ങൾ ആ വീടുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ എന്തൊരു അഭിമാനവും സന്തോഷമാണ് അവരുടെ മുഖത്ത്. എൻ്റെ ഗവൺമെന്റ് എന്ന് പറയാൻ എന്തെങ്കിലും മടിയുണ്ടാവും? ഈ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ ഗവൺമെന്റിനെ കൈകാര്യം ചെയ്യാമെന്ന് ഒരുത്തരും ധരിക്കണ്ട എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പോലെ മൂപ്പിലമാരും വല്യമ്മമാരും പറയുന്നത്, അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ പറയുന്നത്, അല്ലേ? അതാണ് ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത. ഇത് ഉത്തർപ്രദേശിലുണ്ടോ ഈ പെൻഷൻ? രാജസ്ഥാനിലുണ്ടോ ഈ പെൻഷൻ? ഇല്ല, ഈ കേരളത്തിലേ ഉള്ളൂ. അങ്ങനെ ഏറ്റവും നല്ല സഹായം കൊടുക്കും. ഈ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഇപ്പൊ മഹാമാരി, മഹാപ്രളയം ഇതെല്ലാം വന്നപ്പോൾ പണ്ട് നമ്മളിത് കണ്ടോ? നമ്മളാരും ഈ മഹാമാരികൾ കണ്ടിട്ടുള്ള ആളുകളല്ല. മഹാപ്രളയത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? വല്ല കാലത്ത് ഞങ്ങളുടെ കുട്ടനാട്ടിലൊക്കെ അല്ലേ ഇത്തിരി വെള്ളം കയറത്തുള്ള എല്ലാ വർഷവും? ഇവിടെ വല്ലതും വെള്ളം കയറുമായിരുന്നു? പ്രളയം കണ്ടപ്പോൾ പകച്ചു നിന്നു കേരളത്തിലെ ജനങ്ങൾ. അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു, നമ്മുടെ പ്രസ്ഥാനം പറഞ്ഞു, വിഷമിക്കണ്ട, ഇല്ലേ? എത്ര കൃത്യമായ ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ആരും പട്ടിണി കിടന്നില്ല. എല്ലാ വീട്ടിലും അരിയെത്തി. കേന്ദ്ര അരിയോ നമ്മൾ ചോദിച്ചു വാങ്ങി. പക്ഷെ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി. ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയെന്ന് വീമ്പിളക്കുന്നുണ്ട്. അതിൻ്റെയും കാശ് നമ്മുടെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് വാങ്ങി. നമുക്ക് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ലൊന്നാന്തര സാധനങ്ങൾ അടങ്ങുന്ന കിറ്റ് 13 മാസം നൽകി. കൃത്യമായി ആ സമയത്ത് പെൻഷൻ നൽകി. സാമൂഹ്യ അടുക്കള, ഇല്ലേ? ഇവിടെയാണ് ഇവിടുത്തെ അടുക്കളയെ കുറിച്ച്, പൊന്നാനിയിലെ അടുക്കളയെ കുറിച്ച് വലിയ ചർച്ചയല്ലേ? ബജറ്റിലും എല്ലാം പ്രഖ്യാപിച്ചില്ലേ? നമ്മുടെ സ്റ്റേറ്റിലെ എല്ലാ ഭാഗത്തും ഒന്നാന്തരം അടുക്കള ഉണ്ടാക്കി വീടുകളിൽ ഭക്ഷണം എത്തിച്ചു. ഇതെല്ലാം രാജ്യത്തിന് പുതുമയാണ്. പണ്ട് ഞങ്ങൾ സോവിയറ്റ് യൂണിയനിലെ സാമൂഹ്യ അടുക്കളയെ കുറിച്ചൊക്കെ പറയും. വിപ്ലവാനന്തര റഷ്യയിൽ സ്ത്രീകളുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി
സാമൂഹ്യ അടുക്കള ഉണ്ടാക്കി. പിന്നെ ഈ കോവിഡ് കാലത്താണ് നമ്മളിവിടെ ഇത്തരത്തിൽ അടുക്കളയുണ്ടാക്കി ആളുകളെ സഹായിച്ചത്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരെ ചിന്തിക്കണമെന്ന് രാജ്യത്തെ സ്ത്രീകളോട്, ദുർബലരോട്, കഷ്ടപ്പെടുന്നവരോട് പറഞ്ഞാൽ അവരത് സമ്മതിക്കുമോ? ഇല്ല. ഈ ഗവൺമെൻറ്റിനെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുമെന്നാണ് അവർ പറഞ്ഞത്. നേരത്തെയും പറഞ്ഞത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഞാൻ 2 നേതാക്കന്മാരോട് ഇവിടെ സംസാരിക്കാനുണ്ട്. ഏറെ മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കേന്ദ്രം അർഹതപ്പെട്ടത് നമുക്ക് തരുന്നുണ്ടോ? നമ്മൾക്ക് ഔദാര്യമൊന്നും വേണ്ട, അവകാശം. നമുക്ക് അവകാശപ്പെട്ടത് തരണം. നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഒരു അംശം നമുക്ക് തരണ്ടേ? അത് ഏറ്റവും കുറയ്ക്കാമോ? 2.25 ലക്ഷം രൂപ ഉത്തർപ്രദേശിന് കൊടുക്കുമ്പോൾ 19,000 തന്നാൽ മതിയോ? നമുക്ക് പാടില്ല. അത് തരണമെന്നാണ് നമ്മൾ ഈ ജാഥയിലൂടെ ആവശ്യപ്പെടുന്നത്. അത് തരാൻ വേണ്ടി കേന്ദ്രത്തിന്റെ മേൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം നമുക്ക് ചെലുത്തണം. നമുക്ക് അർഹതപ്പെട്ട എയിംസ് കിട്ടണം, നമുക്ക് അർഹതപ്പെട്ട കോച്ച് ഫാക്ടറി കിട്ടണം, നമുക്ക് അർഹതപ്പെട്ട റെയിൽവേ സോൺ കിട്ടണം. അതൊന്നും തരില്ലെന്നാണ് കേന്ദ്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടണമെന്ന്, ഇത് വേണമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ടോ? ജയിച്ചു പോയ MP-മാര് പറയുന്നുണ്ടോ? ഇവിടുന്ന് 19 ആള് ജയിച്ചു പോയിരുന്നല്ലോ. അവരെ പാർലമെന്റിനകത്ത് സംസാരിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി. മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തിയ പോലെ നിങ്ങൾ ഞങ്ങളെ എന്ത് വേണമെങ്കിലും ആക്ഷേപിച്ചോ, പക്ഷെ നിങ്ങൾ ഞങ്ങളെ, ഈ നാടിനെ എന്തിനാ നിങ്ങൾ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത്? അപ്പോൾ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ നിഷേധാത്മക നിലപാട്, ഇതെല്ലാം തുറന്നു കാണിക്കുന്നത് നമ്മുടെ പാർട്ടിയാണ്. മറിച്ച് എല്ലാ നിലയിലും നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാരെ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതിനുവേണ്ടി തന്നെയാണ് ഇതുപോലെ ഒരു ജാഥ നമ്മൾ പര്യടനം ആരംഭിച്ചത്. വൻപിച്ച രൂപത്തിലുള്ള പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ ജാഥയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൊന്നാനിയിലും ആ നിലയിൽ തന്നെ ഈ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർ വന്നു, ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളേവരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, ആശംസകൾ അറിയിച്ചുകൊണ്ട്, മറ്റു നേതാക്കന്മാർ തുടർന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സ്വരാജിനെ ക്ഷണിക്കുകയാണ്. ഈ മുൻവശത്ത് നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് സംസാരം കുറക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥാ പര്യടനത്തിൻ്റെ 9ാം നാളിൽ ഇവിടെ പൊന്നാനിയിൽ അല്പസമയത്തിനകം എത്തിച്ചേരുകയാണ്. ഈ ജാഥ ഇതിനോടകം കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിലെ പര്യടന പരിപാടികൾ പൂർത്തിയാക്കിയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ചത്. ഇതിനോടകം പിന്നിട്ട സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ഇതുവരെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്കും ലഭിച്ചിട്ടില്ലാത്ത അത്യാവേശപൂർവമായ ബഹുജന പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായ സ്വീകരണങ്ങളാണ് ഓരോ കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഇവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്ഥലത്തൊരുക്കിയ ഈ സ്വീകരണ യോഗത്തിൻ്റെ പന്തലിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും എത്രയോ അധികം ആളുകളാണ് ഇവിടെ ഇങ്ങോട്ട് കടന്നു വരുന്ന ഈ വേദിയിലെ വഴിയിലും 2 സൈഡിലും മുന്നിലുമെല്ലാമായി തിങ്ങിക്കൂടി നിൽക്കുന്നത്. നിങ്ങൾക്കിടയിലൂടെ എങ്ങനെയാണ് ജാഥ ക്യാപ്റ്റൻ വേദിയിലേക്ക് വരിക എന്നാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നമ്മുടെ ധാരാളം സഹോദരിമാർ നിൽക്കുന്നുണ്ട്. കലീമുദ്ദീൻ നേരത്തെ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ ആ അഭ്യർത്ഥനയ്ക്കും പരിഹരിക്കാനാവാത്തത്ര പങ്കാളിത്തം ഈ ജാഥയുടെ ഭാഗമായി, സ്വീകരണത്തിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് കൂടുതൽ കലുഷിതമായി കൊണ്ടിരിക്കുന്ന
വർത്തമാനകാല ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മതനിരപേക്ഷവാദികൾക്കും ജനാധിപത്യവാദികൾക്കും പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അതിൻ്റെ നേതൃത്വമായ CPIM ആണ് എന്നതിൻ്റെ തെളിവാണ്. ജനങ്ങളുടെ പ്രതീക്ഷയായി ആശ്രയമായി മാറാൻ നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിനും ഈ രക്തപതാകയ്ക്കും സാധിക്കുന്നു എന്നതിന് സാക്ഷ്യപത്രമായി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും മാറുന്നുണ്ട്. ഈ ജാഥയിൽ കേരളത്തിലെ ജനങ്ങളുമായി നമ്മൾ സംവദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ. നമ്മുടെ ജാഥയുടെ പേര് ജനകീയ പ്രതിരോധ ജാഥ എന്നാണ്. പ്രതിരോധ സമരത്തിന്റെ രണഭൂമിയിലേക്ക് എല്ലാ മലയാളികളെയും ആനയിക്കാനാണ് ഈ ജാഥ ഉദ്ദേശിക്കുന്നത്. പ്രതിരോധിക്കേണ്ടത് എന്താണ്? രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഈ ജാഥ മുൻപോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര നയങ്ങളെ പ്രതിരോധിക്കണം. ഇന്ത്യയിലെ സാധാരണക്കാരും പാവങ്ങളുമായ മനുഷ്യരുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന നയങ്ങളാണ്, പരിഷ്കാരങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം കേരളത്തോട് പ്രത്യേകമായ ശത്രുത വെച്ചു പുലർത്തുന്നു. ശത്രു രാജ്യത്തോടെന്ന പോലെയുള്ള സമീപനമാണ് കേരളത്തോട്, മലയാളികളോട് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഈ കാര്യത്തെ സംബന്ധിച്ചെല്ലാം ആമുഖമായി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും നമ്മുടെ ജാഥാംഗവുമായ സഖാവ് CS സുജാത വിശദീകരിക്കുകയുണ്ടായി. ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത അവഗണനയാണ് കേരളം ഇന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഏറ്റുവാങ്ങുന്നത്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് നീക്കിവെച്ചത് എത്രയാണ് എന്ന് നാം കണ്ടു. 40,000 കോടിയോളം രൂപ നമുക്ക് അവകാശപ്പെട്ടത് തരാതെ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ കോപ്പുകൂട്ടുന്നത്. കേരളത്തിന്റെ അത്ര ജനസംഖ്യയില്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ആസാം, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഇവിടെയൊന്നും കേരളത്തിലുള്ള അത്ര ജനങ്ങൾ ജീവിക്കുന്നില്ല. പക്ഷേ ഈ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ നീക്കിവെച്ച വിഹിതം 3.7, 3.4, 3 ഒക്കെ ശതമാനമാണ്. കേരളത്തിന് 1.9%. കേരളത്തിന്റെ അത്ര ജനസംഖ്യ ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് നീക്കിവെച്ചതിന്റെ ഏതാണ്ട് പകുതി മാത്രം. ഇതാണ് അവഗണന. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് ഒരു കൊച്ചു സംസ്ഥാനമാണ്. മലപ്പുറം ജില്ലയുടെ പകുതി പോലും ജനസംഖ്യയില്ലാത്ത ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തിന് നീക്കിവെച്ചത് കേന്ദ്ര ബജറ്റിന്റെ 1.7%. ഏതാണ്ട് കേരളത്തിന് നീക്കിവെച്ചതിന് തുല്യമായ സംഖ്യ. ഇതാണ് വിവേചനം, ഇതാണ് അവഗണന. കേരളത്തിലെ ഒരു ജില്ലയുടെ പകുതി പോലും ജനസംഖ്യയില്ലാത്ത ഒരു സംസ്ഥാനത്തിന് നീക്കിവെച്ച കേന്ദ്ര ബജറ്റ് വിഹിതത്തിന് ഏതാണ്ട് തുല്യമാണ് ഈ കേരള സംസ്ഥാനത്തിനാകെ നീക്കിവെച്ചത്. കേന്ദ്രത്തിന്റെ കണ്ണിൽ കേരളത്തിലെ ഒരു ജില്ലയുടെ പകുതിയെ കേരളത്തെ പരിഗണിക്കേണ്ടതുള്ളൂ എന്നതാണ് മനോഭാവം. അങ്ങനെ എല്ലാ മേഖലകളിലും, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കാകെ കടന്നു പോകുന്നില്ല, ആ തെറ്റായ കേന്ദ്ര നയങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഇതിനോടകം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനെതിരെ മലയാളികളുടെ പൊതുവായ വികാരം ഉയർന്നു വരേണ്ടതുണ്ട്. നാം നിരന്തരം അവഗണിക്കപ്പെടുന്ന ഒരു ജനതയാണ്. നാം ഏറ്റവും ക്രൂരമായി പുറന്തള്ളപ്പെടുന്ന, ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്ന ഒരു ജനവിഭാഗമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? കേരളം ചെയ്ത തെറ്റെന്താണ്? കേരളം രാഷ്ട്രീയമായ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നതാണ് കാരണം. സംഘപരിവാർ രാഷ്ട്രീയത്തിന് ചുവടുറപ്പിച്ചു നിൽക്കാൻ ഒരു പിടി മണ്ണ് പോലും വിട്ടുകൊടുക്കാത്ത നാടാണ് ഈ കേരളം. അതാണ് ഈ അകറ്റി നിർത്തലിന്റെ കാരണം എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ രാഷ്ട്രത്തെ തന്നെ തകർക്കുന്ന വർഗീയ ധ്രുവീകരണമാണ് RSS ലക്ഷ്യം വെക്കുന്നത്. ഈ ജാഥ പ്രതിരോധിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന സുപ്രധാനമായ ഒരു വിഷയം
ഈ വർഗീയതയാണ്. ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയത ഉയർത്തുന്ന വെല്ലുവിളിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇന്ന് കാണുന്നത് പോലെ നാളെയും കേരളമുണ്ടാകുമോ, ഇന്ത്യയുണ്ടാകുമോ എന്നൊന്നും ആർക്കും ഉറപ്പു പറയാനാവാത്ത വിധം അപകടകരമാണ് രാജ്യത്തെ പൊതുസ്ഥിതി. ഇന്നുള്ളതുപോലെ എന്ന് പറഞ്ഞാൽ, ഇന്ന് കാണുന്ന രൂപഭാവങ്ങളോടെ ഇന്ത്യ എന്ന രാജ്യം നാളെയും ലോകത്തിന്റെ മുൻപിൽ ഉണ്ടാകുമോ, ആർക്കും ഉറപ്പു പറയാനാവില്ല. എന്തുകൊണ്ട്? ഇന്ത്യയെ നിലനിർത്തുന്ന, ഒരു രാജ്യമായി നിലനിർത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഘടകം മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷതയുടെ അടിത്തറയിലാണ് ഇന്ത്യ ഒരു രാഷ്ട്രമായി നിലനിൽക്കുന്നത്. മതനിരപേക്ഷതയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നിലനിൽക്കാനാവില്ല. ഇന്ത്യയുടെ ഭരണഘടന രൂപം കൊള്ളുന്നതിനും മുൻപ്, ഇന്ത്യ സ്വതന്ത്രയാവുന്നതിനും മുൻപ്, വൈദേശികാധിപത്യം ഇവിടേക്ക് കടന്നു വരുന്നതിനും മുൻപ് നമ്മുടെ രാജ്യം അന്ന് ഇന്നത്തേതുപോലെയുള്ള ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കകത്തുള്ള ഒരു ഇന്ത്യ ഇല്ലെങ്കിലും ഇന്നത്തെ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ ബൃഹത്തായ ഭൂപ്രദേശം മതനിരപേക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നതാണ് വസ്തുത. മതനിരപേക്ഷത എന്നത് ഒരു പുതിയ കാലഘട്ടത്തിന്റെ വാക്കാണ്, സെക്യുലറിസം. ആ വാക്കിന്റെ പിറവിക്കും മുൻപ് ആ വാക്ക് ഇന്ന് ഉൾക്കൊള്ളുന്ന ആശയത്തെ നമ്മുടെ നാട് ശരിയായി പ്രതിഫലിപ്പിച്ചിരുന്നു. മതനിരപേക്ഷത എന്ന വാക്കിന്റെ പിറവിക്കും മുൻപ് മതനിരപേക്ഷമായിരുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. എണ്ണിയാലൊടുങ്ങാത്ത മതവിഭാഗങ്ങൾ ഇവിടെയുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവർ ഇന്ത്യയിലാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രവും നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. ലോകത്തിലാകെയുള്ള സിഖ് മതസ്ഥർ അത്രയും ഇവിടെയാണ്. ദശലക്ഷക്കണക്കിന് വരുന്ന ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ, ക്രൈസ്തവർ, ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരെല്ലാം തുല്യാവകാശങ്ങളോടെ ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇങ്ങനെ വ്യത്യസ്തമായ ജാതിമത വിഭാഗങ്ങളെയെല്ലാം ഉൾക്കൊള്ളുമ്പോൾ തന്നെ അവർക്കിടയിൽ സാഹോദര്യം നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായി. വർഗീയതയ്ക്ക് ഇന്ത്യ ചരിത്രത്തിൽ എവിടെയും വേരുകൾ ഉണ്ടായിരുന്നില്ല. സാഹോദര്യമായിരുന്നു, വ്യത്യസ്തമായ മതവിഭാഗങ്ങൾക്കിടയിലുള്ള ഐക്യമായിരുന്നു, യോജിപ്പായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷത, പ്രത്യേകത. എത്രയെത്ര ദീപ്തമായ ഓർമ്മകൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിനുണ്ട്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഓർമ്മകൾ, സാഹോദര്യത്തിന്റെ ഇതിഹാസ സമാനമായ ഭൂതകാല അനുഭവങ്ങൾ. കലാലോകത്തിന്റെ മുൻപിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു ധാരയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ആൾരൂപങ്ങളായി എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുന്ന നിരവധി മഹാപ്രതിഭകളുണ്ട്. അതിൽ ആദ്യം പരിഗണിക്കേണ്ട പേരാണ് ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ. പൊന്നാനി വലിയ സംഗീത പാരമ്പര്യത്തിന്റെ, കലാപാരമ്പര്യത്തിന്റെ ഒക്കെ നാടാണ്. ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ 110 വയസ്സുവരെ ജീവിച്ചിരുന്ന സംഗീതം ജീവിത സബരിയായി സ്വീകരിച്ചയാളായിരുന്നു. ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ ഹിന്ദുസ്ഥാൻ സംഗീതത്തിന്റെ മാത്രമല്ല, ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ കൂടി ഒരു പ്രതീകമായി ഓർമ്മിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഒരു മകൻ ജനിച്ചപ്പോൾ അലാവുദ്ദീൻ ഖാൻ നൽകിയ പേര് അലി അക്ബർ ഖാൻ എന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരു മകളുണ്ടായി. മകൾക്ക് അലാവുദ്ദീൻ ഖാൻ നൽകിയ പേര് അന്നപൂർണ ദേവി എന്നായിരുന്നു. അലാവുദ്ദീൻ ഖാന്റെ മകൾ അന്നപൂർണ ദേവി, അതാണ് നമ്മുടെ രാജ്യം. അലാവുദ്ദീൻ ഖാൻ തന്റെ വീടിന് നൽകിയ പേര് അറിവിന്റെയും കലയുടെയും ദേവത എന്നറിയപ്പെടുന്ന സരസ്വതിയുടെ പേരായിരുന്നു, ശാരദ എന്ന പേര്. അലാവുദ്ദീൻ ഖാൻ തന്റെ ജീവിതകാലത്ത് നിരവധി ആരാധനാലയങ്ങൾ പുനരുദ്ധരിച്ചു എന്ന് ജീവചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏത് ആരാധനാലയം? അതിൽ മുസ്ലിം പള്ളികളും ഹിന്ദു ക്ഷേത്രങ്ങളും ഉൾപ്പെടും. അലാവുദ്ദീൻ ഖാൻ ആരാധനാലയം എന്നാൽ മുസ്ലിം പള്ളിയും ഹിന്ദു ക്ഷേത്രവും ഒരുപോലെയായി. അത് ഒരു കാലഘട്ടത്തിന്റെ മൂല്യബോധമാണ്. ഇത് അലാവുദ്ദീൻ ഖാന്റെ ഒറ്റപ്പെട്ട അനുഭവമല്ല. അലാവുദ്ദീൻ ഖാനെ പോലെ തന്നെ അനുസ്മരിക്കപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ മഹത്തായ ഒരു പേരാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. അദ്ദേഹത്തിന് ഈ രാഷ്ട്രം ഭാരതരത്നം നൽകി
ആദരിക്കുകയുണ്ടായി. ഷെഹനായി സംഗീതം ബിസ്മില്ലാ ഖാന്റെ പേരുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഒരു കാലത്ത് ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത്. ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ആരാധനാലയമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന ഒരു ആചാരമാണ് ഷെഹനായി സംഗീതം കേട്ടാണ് കാശി വിശ്വനാഥൻ ഉറങ്ങുന്നതും ഉണരുന്നതും. ആ അവകാശം അവിടുത്തെ ഒരു മുസ്ലിം കുടുംബത്തിനായിരുന്നു. ആ മുസ്ലിം കുടുംബത്തിലെ ഒരു കണ്ണിയാണ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. ബിസ്മില്ലാ ഖാന്റെ ഷെഹനായി കേട്ടുകൊണ്ടല്ലാതെ കാശി വിശ്വനാഥൻ ഉണർന്നിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിന്റെ തുടർച്ചയായി വേണം കാണാൻ 1887 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് വിളിച്ചാക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വാതന്ത്ര്യ സമരം. അത് ശിപായി ലഹളയല്ലെന്നും ഇന്ത്യൻ ജനതയുടെ ബ്രിട്ടീഷ് വിരുദ്ധമായ ആദ്യ സ്വാതന്ത്ര്യ പോരാട്ടമായിരുന്നുവെന്നും ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അസന്നിഗ്ധമായി അടയാളപ്പെടുത്തിയത് കാൾ മാർക്സ് ആയിരുന്നു. മാർക്സാണ് യഥാർത്ഥത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശാപമോക്ഷം നൽകിയ ചരിത്രകാരനും ദാർശനികനും. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ രാജാവായി, ബ്രിട്ടനെതിരായ പോരാട്ടത്തിന്റെ നേതാവായി എല്ലാവരും ഏകകണ്ഠമായി തിരഞ്ഞെടുത്തത് ബഹദൂർ ഷാ സഫറിനെയായിരുന്നു. അന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭൂമിയിൽ അണിനിരന്ന യോദ്ധാക്കൾ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നില്ല. ബഹദൂർ ഷാ സഫർ മുസ്ലിങ്ങളുടെ മാത്രം നേതാവായിരുന്നില്ല. മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ പോരാളികളുടെയും നേതാവായി ഉയർത്തപ്പെട്ട ഏക പേര് ബഹദൂർ ഷായുടെ പേരായിരുന്നു എന്ന് നാം കാണണം. മതം അന്നൊന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഘടകമായിരുന്നില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇന്ന് സംഘപരിവാർ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പേരാണ് ടിപ്പു സുൽത്താന്റെ പേര്, പ്രത്യേകിച്ച് നമ്മുടെ മലബാറുമായി ബന്ധപ്പെട്ട്. എന്നാൽ സംഘപരിവാർ പ്രചാരകന്മാരുടെ നുണകളല്ല യാഥാർത്ഥ്യമെന്ന് ചരിത്രത്തിലേക്ക് എത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനാവും. മറാത്തവാഡ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന BN പാണ്ഡെ ടിപ്പുവിന്റെ കാലഘട്ടത്തിലെ ഭരണ നടപടികളെ സംബന്ധിച്ച് വിശദമായ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടിപ്പുവിന്റെ 9 മന്ത്രിമാരിൽ 6 പേരും ഹൈന്ദവരായിരുന്നു എന്നതാണ് വസ്തുത. ടിപ്പു സുൽത്താനാണ് മറാത്ത ആക്രമണത്തിൽ തകർന്നുപോയ ശൃംഗേരി ശാരദാമഠം പുനഃസ്ഥാപിക്കാൻ, പുനർനിർമ്മിക്കാൻ എല്ലാ ഭരണപരമായ പിന്തുണയും നൽകിയത്. ഇന്നും കർണാടകയിലെ ഗുണ്ടൽപേട്ടയ്ക്കടുത്ത നഞ്ചൻകോട് കാന്തേശ്വര ക്ഷേത്രത്തിൽ പോയാൽ വിശ്വാസികൾ ആരാധിക്കുന്ന ശിവലിംഗം ടിപ്പു സുൽത്താൻ സംഭാവനയായി നൽകിയതാണ്. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ 70% ആളുകൾ ഹൈന്ദവരായിരുന്നു എന്നതാണ് വസ്തുത. ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെയാകെ മായ്ച്ച് തങ്ങളുടെ വർഗീയ താല്പര്യത്തിനനുസരിച്ചുള്ള കഥ രചിക്കുകയാണ് ഇന്ത്യൻ സംഘപരിവാരം. ഈ മതമൈത്രിയുടെ ഭൂതകാലത്തെ, മതനിരപേക്ഷതയുടെ സമീപ ഭൂതകാല ഇന്ത്യൻ അനുഭവത്തെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടരാണ് RSS. RSS ഒരിക്കലും മതനിരപേക്ഷതയെ അംഗീകരിച്ചിട്ടില്ല, ഇന്ത്യയുടെ ഭരണഘടനയെ ഉൾക്കൊണ്ടിട്ടില്ല, ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സവിശേഷതകളെ ഒന്നും ഉൾക്കൊണ്ടിട്ടേയില്ല. ഈ ചരിത്രത്തിന്, ഈ ഭൂതകാലത്തിന്, ഇന്ത്യയിലെ മതസാഹോദര്യത്തിന്, ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഐക്യത്തിന് ഒക്കെ ഘടകവിരുദ്ധമായി വർഗീയതയുടെ വിത്ത് ഈ രാജ്യത്ത് വിതച്ചതാരാണ്? അതിനൊരു ഉത്തരമേയുള്ളൂ, അത് ബ്രിട്ടനാണ്. ഇന്ത്യയിൽ ബ്രിട്ടൻ വർഗീയതയുടെ വിത്ത് വിതയ്ക്കാൻ കാരണം ബ്രിട്ടനെതിരായി ഇന്ത്യയിൽ ഉയർന്നു വന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ ഐക്യം തകർക്കുക എന്നതിലാണ്. ഇന്ത്യയുടെ ഐക്യം തകർക്കാൻ കൊളോണിയൽ മേധാവിത്വത്തിനു വേണ്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങളെ മതപരമായി ചേരിതിരിക്കാനും അവർക്കിടയിൽ വർഗീയാടിസ്ഥാനത്തിലുള്ള ശത്രുത വളർത്തിക്കൊണ്ടുവരാനും ബ്രിട്ടൻ ശ്രമിച്ചത്. മലബാറുകാർക്ക് സുപരിചിതമായ പേരാണ് വില്യം ലോഗന്റെ പേര്. വില്യം ലോഗനാണ് മലബാർ മാനുവൽ എഴുതിയത്. ലോഗൻ സാഹിബ് പഴയ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കളക്ടറായി. ആ കാലത്ത്, അതിനു മുൻപും നമ്മുടെ മലബാറിൽ വലിയ കർഷക സംഘർഷങ്ങൾ, വലിയ കലാപങ്ങൾ തുടർച്ചയായി ഇവിടെ നടന്നിട്ടുണ്ട്.
921 ഐതിഹാസികമായ മലബാർ സമരം. അതിനും എത്രയോ മുൻപ് മലബാർ സമര തീക്ഷ്ണമായി നിരന്തര സംഘർഷങ്ങൾ, ആളപായങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ബ്രിട്ടൻ വില്യം ലോഗൻ സാഹിബിനെ ചുമതലപ്പെടുത്തി. എന്തുകൊണ്ടാണ് മലബാറിൽ അടിക്കടി ഇങ്ങനെ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാവുന്നത്? ലോഗൻ അതിനെക്കുറിച്ച് പഠനം നടത്തി. ബ്രിട്ടൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ ലോഗൻ പറഞ്ഞു, മലബാറിലെ സംഘർഷങ്ങളുടെ കാരണം ഇവിടുത്തെ കാർഷിക പ്രശ്നങ്ങളാണ്, ഭൂബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ്, ജന്മി കുടിയാൻ തർക്കങ്ങളാണ്. അതാണ് ഇവിടുത്തെ സംഘർഷങ്ങളുടെ അടിസ്ഥാനം. ആ റിപ്പോർട്ട് വാങ്ങിയ ബ്രിട്ടൻ ലോഗനോട് പറഞ്ഞു, നിങ്ങളുടെ പഠനത്തിന്റെ കണ്ടെത്തൽ തിരുത്തണം. മലബാറിലെ സംഘർഷങ്ങളുടെ മൂലകാരണം ഇവിടുത്തെ ഹിന്ദു മുസ്ലിം തർക്കമാണ് എന്ന് എഴുതി ചേർക്കണം. എന്നാൽ ലോഗൻ അതിന് തയ്യാറായില്ല. തന്റെ ബോധ്യങ്ങളിൽ അടിയുറച്ചു നിന്നു. ആ കാരണം കൊണ്ട് ബ്രിട്ടൻ വില്യം ലോഗനെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി ആന്ധ്രയിൽ കടപ്പയിലെ ഒരു ജുഡീഷ്യൽ ഓഫീസറായി നിയമിച്ചു. അക്കാലത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ ജുഡീഷ്യൽ സർവീസിലേക്ക് മാറ്റുന്നത് തരം താഴ്ത്തലായാണ് പരിഗണിച്ചിരുന്നത്. അതിൽ അതൃപ്തനായ ലോഗൻ പിന്നീട് ജോലി രാജിവെച്ച് സ്കോട്ട്ലാൻഡിലേക്ക് മടങ്ങിപ്പോയി ഒരു കർഷകനായി ജീവിച്ചു എന്നതാണ് ചരിത്രം. ഇതിന്റെ തുടർച്ചയിലും ഇന്ത്യയെ വർഗീയമായി ചേരിതിരിക്കാൻ ബ്രിട്ടൻ നടത്തിയ ശ്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചരിത്രപരമായ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 921 ഐതിഹാസികമായ മലബാർ സമരത്തിന്റെ സമയത്ത് അത് ഒരു ഹിന്ദു മുസ്ലിം ലഹളയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും വർഗീയ വിഷം വമിക്കുന്ന ലഘുലേഖകൾ തയ്യാറാക്കി വിതരണം ചെയ്തതും ബ്രിട്ടനായിരുന്നു. ബ്രിട്ടനാണ് അങ്ങേയറ്റത്തെ സാഹോദര്യത്തോടെ കഴിഞ്ഞ ഇന്ത്യയിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലകറ്റാൻ, തങ്ങളുടെ കൊളോണിയൽ വാഴ്ച നിർബാധം തുടരുന്നതിനു വേണ്ടി തമ്മിലകറ്റാനുള്ള പരിശ്രമങ്ങൾ നടത്തിയത്. അവരാണ് വർഗീയതയുടെ വിത്ത് വിതച്ചത്. ആ വിത്തിന് വെള്ളവും വളവും നൽകി അതിനെ വടവൃക്ഷമാക്കി മാറ്റി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ പിന്നീട് ആ ശ്രമം തുടർന്നത് RSS ആണ്, രാഷ്ട്രീയ സ്വയം സേവക സംഘം. RSS മതനിരപേക്ഷതയെ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ രൂപീകരണത്തിന്റെ 100ാം വർഷം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 2025 RSS രൂപീകരിച്ചിട്ട് 100 കൊല്ലം തികയാൻ പോവുകയാണ്. അടുത്ത കൊല്ലം നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ന് കാണുന്നത് പോലെ BJPക്ക് മേധാവിത്വം കിട്ടിയാൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം, ഭരണഘടന തിരുത്തി എഴുതണം എന്നാണ് RSS ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ ചിലർ കരുതും അത് ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുക്കൾക്ക് ഒരു രാജ്യം കിട്ടാൻ പോകുന്നു. അല്ല, RSSന്റെ മതരാഷ്ട്രം ഹിന്ദു രാഷ്ട്രമല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, സവർക്കർ തന്നെ പറയുന്നുണ്ട്, ഹിന്ദു രാഷ്ട്ര നിർമ്മാണമല്ല ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെയോ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണമാണ്. ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടും രണ്ടാണ്. അതെന്താണ് വ്യത്യാസം? ഇന്നത്തെ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു വിധി നിങ്ങളെല്ലാം വായിക്കണം. അതിലും ഏറെക്കുറെ RSS ഇന്ന് രാജ്യത്തുണ്ടാക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച ചില പരാമർശങ്ങളുണ്ട്. ഞാൻ ആ കേസിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. RSSന്റെ മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം വിപൽക്കരമായ ഒരു വർഗീയ രാഷ്ട്രീയ പദ്ധതിയാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ ഏറെ വിശദീകരിച്ചു പോകുന്നില്ല. ഒറ്റക്കാര്യം, RSSന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എങ്ങനെയുള്ള ഇന്ത്യയാണ് അത് പരസ്യമായി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായ ഗോൾവൽക്കറാണ് RSSന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വിചാരധാര എഴുതിയത്. അതാണ് RSSന്റെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായ മാർഗരേഖയായ ഗ്രന്ഥം. RSSന്റെ ശാഖകളിൽ ഇപ്പോഴും പരമപൂജനീയ പുണ്യഗ്രന്ഥമായി കണക്കാക്കുന്നത് ഈ വിചാരധാരയാണ്. ആ വിചാരധാരയുടെ 19, 20, 21 അധ്യായങ്ങളിൽ ഇന്ത്യയുടെ ഭീഷണിയെ കുറിച്ച് പറയുന്നു. RSSന്റെ കണ്ണിൽ ഇന്ത്യയുടെ ഭീഷണി. പെട്ടെന്ന് നമ്മൾ കരുതും അയൽ രാജ്യങ്ങളാണ്. അല്ല, ആഭ്യന്തര ഭീഷണി എന്നാണ്. എന്താണ് ഇന്ത്യയുടെ ആഭ്യന്തര ഭീഷണി? RSS പറയുന്നു, അധ്യായം 19, മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ഭീഷണിയാണ് എന്നാണ്. 20ാമത്തെ അധ്യായം ക്രൈസ്തവർ
21 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 വിഭാഗം ഇന്ത്യയുടെ ഭീഷണിയാണ്. അതുകൊണ്ട് ഈ കൂട്ടരെ തുടച്ചു നീക്കണം എന്ന പരസ്യാഹ്വാനമാണ് RSS മുൻപോട്ട് വെക്കുന്നത്. 4മതൊരു കൂട്ടർ കൂടി ഉണ്ട്. അത് പക്ഷെ വിചാരധാരയിൽ എഴുതിയിട്ടില്ല. അതിനൊരു കാരണവുമുണ്ട്. ഏതാണ് 4മത്തെ കൂട്ടർ? അത് മറ്റാരുമല്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ്. പക്ഷെ അത് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. എന്താണ്? മനുസ്മൃതിയാണ് RSS ഉയർത്തിപ്പിടിക്കുന്നത്. മനുസ്മൃതിയുടെ കണ്ണിൽ, RSSന്റെ കാഴ്ചപ്പാടിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർ മനുഷ്യരെയല്ല, മനുഷ്യരായി കണക്കാക്കുന്നില്ല. മനുസ്മൃതി ചാതുർവർണ്ണ്യമാണ് മുൻപോട്ട് വെക്കുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ കഴിഞ്ഞു. അതിന്റെ താഴെ ആരും മനുഷ്യരല്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയൊന്നും മനുഷ്യരായി പോലും പരിഗണിക്കാത്ത RSSന്റെ മനുസ്മൃതി കാഴ്ചപ്പാടാണ് പ്രത്യേകമായി എഴുതാതിരിക്കാൻ കാരണം. മനുഷ്യരായ കണക്കാക്കിയിട്ടില്ല, പിന്നെ എന്തിനാണ് എഴുതുന്നത്? ഉത്തരേന്ത്യയിൽ നിന്നും ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ RSS ഒരു അക്ഷരം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ RSSന് വയസ്സ് 11. ആ പരിസരത്ത് വന്നിട്ടുണ്ടോ RSS? ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന കീഴാള വിരുദ്ധമായ നിലപാടാണ് RSS കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ചിലര് കരുതും നമ്മൾ രക്ഷപ്പെട്ടു, നമ്മള് മുസ്ലിം അല്ല, ക്രിസ്ത്യാനിയുമല്ല, കമ്മ്യൂണിസ്റ്റുമല്ല, പട്ടികജാതിയല്ല, അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട എന്ന് കരുതും. അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ. അങ്ങനെ ആശ്വസിക്കാനാവില്ല. ഈ മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽ പെട്ടവരല്ലെങ്കിലും നിങ്ങളും RSSന്റെ കണക്ക് പുസ്തകത്തിൽ കൊല്ലപ്പെടാൻ അർഹതയുള്ളവരായി മാറാം ഏതു നിമിഷവും. എങ്ങനെ? ഇപ്പോ നരേന്ദ്ര ദാബോൽക്കർ മുസ്ലിമാണോ? അല്ല. ക്രിസ്ത്യാനിയാണോ? പട്ടികജാതിയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണോ? അല്ല. ഗോവിന്ദ പൻസാരെ, ജസ്റ്റിസ് ലോയ, ശാന്തനു ഭൗമിക്, ഗൗരി ലങ്കേഷ്, RB ശ്രീകുമാർ, സഞ്ജീവ് ഭട്ട്, എത്ര പേരുകൾ! ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ ആദ്യം പറഞ്ഞവരൊക്കെ ഇതിനോടകം കൊന്നു തള്ളപ്പെട്ടു. ചിലർ തുറങ്കിലടക്കപ്പെട്ടു. സഞ്ജീവ് ഭട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ മുസ്ലിമോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസ്റ്റോ പട്ടികജാതിയോ ആണെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്ക്. ഇനി ഇതൊന്നുമല്ലെങ്കിലും നിങ്ങളൊരു മതനിരപേക്ഷവാദിയാണെങ്കിൽ, നിങ്ങൾ RSSന്റെ ഹിംസോന്മുഖമായ വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കുന്നുവെങ്കിൽ, നിങ്ങളൊരു മനുഷ്യ സ്നേഹിയാണെങ്കിൽ, RSSനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും തുടച്ചു നീക്കപ്പെടേണ്ടയാളാണ്. എല്ലാ നല്ല മനുഷ്യരെയും കൊന്നുകളയണം എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയ നൃശംസതയുടെ ലക്ഷണമൊത്ത ഇന്ത്യൻ ഭീകരവാദത്തിന്റെ പേരാണ് RSS. അതാണ് RSS. ആ RSSനാണ് ഇന്ന് ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരം നിയന്ത്രിക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നത്. ഇതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതൊരു നിസ്സാര കാര്യമല്ല. നാളെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭരണഘടന തിരുത്തിയാൽ, ഇന്ത്യ മതരാഷ്ട്രമായി മാറിയാൽ, തങ്ങൾക്ക് അനഭിമതരായ വിഭാഗങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരെയെല്ലാം ഇവിടെ നിന്ന് തുടച്ചു നീക്കണമെന്ന നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യ കൂട്ടപലായനങ്ങളുടെ രാജ്യമായി മാറും, കൂട്ടക്കൊലകളുടെ നാടായി മാറും. കൊന്നുതള്ളപ്പെടുന്ന മനുഷ്യരുടെ ചോരയും കണ്ണീരും കൊണ്ട് ഈ രാജ്യത്തിന്റെ മണ്ണ് നനയും. ആട്ടിയോടിക്കപ്പെടുന്നവന്റെ വിലാപങ്ങൾ കൊണ്ട് ഇന്ത്യ അശാന്തമായി തുടരും. അതാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ് ഈ ജാഥ വർഗീയതയെ പ്രതിരോധിക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഇന്ത്യയെ രക്ഷിക്കാനാണ് വർഗീയതയെ പ്രതിരോധിക്കേണ്ടത്. മഹാനായ ദാർശനികനായ ജർമ്മൻ ദാർശനികനായ വാൾട്ടർ ബെഞ്ചമിൻ ഒരിക്കൽ എഴുതി, ഫാസിസം ജയിച്ചാൽ അത് മരിച്ചുപോയവരെ പോലും വെറുതെ വിടില്ല. അതാണ്, ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, ഫാസിസം ജയിച്ചാൽ മരിച്ചുപോയവരെ പോലും അത് വെറുതെ വിടില്ല. ഇപ്പൊ ഇന്ത്യ അത് നേരിടുകയാണ്. നിങ്ങൾ നോക്കൂ, ബ്രിട്ടീഷ് മേധാവിത്വത്തോട് ഏറ്റുമുട്ടിയ മലപ്പുറത്തെ ഏറനാട്ടിലെ ധീരയോദ്ധാക്കൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആധികാരികമായ പട്ടികയിൽ നിന്ന് ഈ നാടിന്റെ അഭിമാനമുയർത്തി ബ്രിട്ടനോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിച്ച 380 ദേശാഭിമാനികളായ രക്തസാക്ഷികളുടെ പേര് ഇതിനോട്
കേന്ദ്ര ചരിത്ര രചനാ കൗൺസിൽ, തൊട്ടടുത്ത തിരൂരിൽ വാഗൺ കൂട്ടക്കൊലയിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന 70 ദേശാഭിമാനികൾ, ആ 70 പേരുകൾ മായ്ച്ചു കളഞ്ഞു. നിങ്ങൾ നോക്കൂ, എത്ര കൃത്യമാണ് ദാർശനികന്മാർ ദീർഘദൃഷ്ടിയോടെ അപകടങ്ങളെ കുറിച്ച് നൽകുന്ന സൂചന. ഫാസിസം ജയിച്ചാൽ മരിച്ചു പോയവരെ പോലും, രക്തസാക്ഷിത്വം വരിച്ചവരെ പോലും അത് വെറുതെ വിടാൻ പോകുന്നില്ല. അത്രമേൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും വർത്തമാനത്തെയും ഗ്രസിക്കുന്ന അപകടമായി സംഘപരിവാർ വർഗീയത മാറുകയാണ്. അത് നമ്മുടെ ജുഡീഷ്യറിയുടെ സ്വതന്ത്രവും നീതിയുക്തവുമായ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുകയാണ്. കഴിഞ്ഞ മാസം നമ്മളെല്ലാം പത്രങ്ങളിൽ വായിച്ചൊരു വാർത്ത, ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായി അബ്ദുൽ നാസർ എന്ന റിട്ടയേർഡ് ജസ്റ്റിസിനെ സുപ്രീം കോടതിയിലെ ന്യായാധിപനെ നിയമിച്ചു എന്നാണ്. എങ്ങനെയാണ് ആ സ്ഥാനം കിട്ടിയത്? രാജ്യത്തിന്റെ ചരിത്രത്തിലെ കളങ്കമായി വിലയിരുത്തപ്പെടുന്ന പല വിധിന്യായങ്ങളുടെയും അടിയിൽ സംഘപരിവാർ താൽപര്യങ്ങൾക്ക് അനുകൂലമായി ഒപ്പിട്ട ഒരു ന്യായാധിപൻ, ബാബറി കേസിലെ വിധി പറഞ്ഞ ബെഞ്ചിലെ അംഗമായ ന്യായാധിപൻ, നോട്ട് നിരോധന കേസിൽ സർക്കാരിന് അനുകൂലമായി വിധി പറഞ്ഞ ബെഞ്ചിലെ ന്യായാധിപൻ, RSSന്റെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്ന വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച ന്യായാധിപന് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ചതിന്റെ 39ാമത്തെ ദിവസം ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായി നിയമനം. അതാണ് ഇന്നത്തെ ഇന്ത്യ. ഒറ്റപ്പെട്ട ഇന്ന് അദ്ദേഹം പാർലമെന്റ് അംഗമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടും. അതേ ബെഞ്ചിലെ അംഗമായിരുന്ന ജസ്റ്റിസ് അശോക് ഭൂഷൺ ഇന്ന് ഇന്ത്യയിലെ കമ്പനി നിയമ അപ്പലറ്റ് അതോറിറ്റിയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. എസ് എ ബോഗ്ഡെ മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്വതന്ത്ര സ്വഭാവം തകർക്കപ്പെടുന്നത്. ഇത്തരം കാലഘട്ടത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുന്ന ഏക കേന്ദ്രമായിരുന്ന നീതിപീഠവും ദയനീയമായി സംഘപരിവാർ താൽപര്യത്തിന് കീഴ്പ്പെടുന്നുവോ എന്ന ആശങ്ക ഉയർത്തുന്ന വർത്തമാനകാല സംഭവങ്ങളാണ്. ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല, ഇന്ത്യയിൽ മാത്രവുമല്ല, ലോകമെമ്പാടും ഇന്ന് തീവ്ര വലതുപക്ഷം ജുഡീഷ്യറിയെ കൂടി പാട്ടിലാക്കിക്കൊണ്ടും കൂടെ നിർത്തിക്കൊണ്ടുമാണ് തങ്ങളുടെ ജനവിരുദ്ധമായ വാഴ്ച നടത്തുന്നത്. ഇപ്പൊ ബ്രസീലിൽ തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ മാസമാണ്. ബ്രസീലിൽ ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷാനുഭാവികളെ ആവേശം കൊള്ളിച്ചുകൊണ്ടാണ് ലുല ഡിസിൽവ അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനു മുൻപ് അദ്ദേഹം ജയിലിലടയ്ക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കാൻ ഉത്തരവിട്ടത് ബ്രസീലിലെ കോടതിയിലെ ന്യായാധിപനായിരുന്ന സെർജിയോ മോറോ എന്നയാളാണ്. അദ്ദേഹമായിരുന്നു ന്യായാധിപൻ. ലുല ഡിസിൽവ എന്ന വിശാല ഇടതുപക്ഷത്തിന്റെ നേതാവിന് ജയിലിലടയ്ക്കാൻ ഉത്തരവിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സെർജിയോ മോറോ എന്ന ആ ന്യായാധിപനെ പിന്നെ ലോകം കാണുന്നത് ലോകത്തിലെ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ ബ്രസീലിലെ വലതുപക്ഷ ഭരണാധികാരി ബോൽസനാരോയുടെ മന്ത്രിസഭയിലെ നീതിന്യായ വകുപ്പിന്റെ മന്ത്രിയായിട്ടാണ്. ബ്രസീലിൽ ഇടതുപക്ഷത്തിനെതിരായ വിധി എഴുതിയ ന്യായാധിപൻ മന്ത്രിയായി മാറി. ഇന്ത്യയിൽ ബാബറി കേസിൽ വിധി പറഞ്ഞ ന്യായാധിപൻ പാർലമെന്റ് മെമ്പറായി, മന്ത്രിയായിട്ടില്ല. ഇപ്പോ ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നീതിപീഠങ്ങൾ പോലും ഈ കാലഘട്ടത്തിൽ ആക്രമണത്തിന് വിധേയമാ കാണണം. നയസമീപനങ്ങളെടുത്ത് മുൻപോട്ട് പോകുന്ന കേന്ദ്ര നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന നയങ്ങളോടൊപ്പം രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന, ഇന്ത്യയിലെ സാധാരണക്കാരനെ കൂടുതൽ മുൻപോട്ട് പോകുന്നത്. ഇപ്പോ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാവും ഭക്ഷ്യ സബ്സിഡിക്ക് വേണ്ടി മുൻ ബജറ്റിൽ നീക്കിവെച്ചിരുന്നതിനേക്കാൾ നീക്കിവെച്ചിരുന്ന വിഹിതത്തിൽ വരുത്തിയിട്ടുള്ള പറഞ്ഞാൽ
മണിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കുറച്ച് ബേജാറായി ആളുകൾ ഇപ്പോ. മലയാളിയുടെ പട്ടിണി, അല്ലാത്തൊരു പട്ടിണി ഇവിടെ ഇല്ല. എന്നാൽ അങ്ങനെയല്ല. ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനാവാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരിക, ക്ഷയിച്ച് അസുഖിച്ച് ചികിത്സിക്കാൻ പണമില്ലാതെ മരണത്തിന് നിസ്സഹായരായി കീഴടങ്ങേണ്ടി വരിക, പട്ടിണി മരിച്ചു. പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് വീടുകളിൽ അടുത്ത തൊഴിലുറപ്പ് പദ്ധതി വന്നത് ആ ഇവിടെ സുജാത പദ്ധതി 30,000 രൂപ എന്ന് വെച്ചാൽ ക്രമേണ 30,000 അതിനു വേണ്ടി ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ഈ രാജ്യത്തെ വൻ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയെ തകർക്കുന്ന വർഗീയ വിപത്തിലും രാഷ്ട്രത്തിന്റെ സാമ്പത്തിക മേഖലയാകെ തരിപ്പണമാവുന്ന നടപടികളിലും കേരള പക്ഷത്തിന് എന്തെങ്കിലും വിയോജിപ്പുണ്ട്? ഇന്ത്യ ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടും. കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷം സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഈ രാജ്യത്തെ രക്ഷിക്കാൻ, രാജ്യ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ ഒരു സമരം നടത്തുകയാണ്. എന്താണ്? മുഖ്യമന്ത്രി വരുമ്പോ കരിങ്കൊടി കാണിക്കും. ആ സമരത്തെ വല്ലാതെ മഹത്വവൽക്കരിക്കുന്നുണ്ട് കേരളത്തിലെ പത്രങ്ങൾ. മുഖ്യമന്ത്രിക്ക് കറുപ്പ് കാണുന്നത് വിരോധം, അതാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന കാറിന്റെ നിറം നല്ല കാക്ക കറുപ്പാണ്, പക്ഷെ അത് കാണുന്നില്ല മാധ്യമങ്ങൾ. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെല്ലാം കറുത്ത യൂണിഫോമാണ് ധരിക്കുന്നത്. പക്ഷെ ഇവർ പറയുന്നു മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചാൽ പോലീസ് നേരിടുന്നു. എന്തിനാണ് ഇത്രയധികം പോലീസ്? രാഹുൽ ഗാന്ധി സ്വന്തം നിയോജക മണ്ഡലത്തിൽ വയനാട്ടിൽ വരുമ്പോ 800 പോലീസാണ് സുരക്ഷ. അപ്പൊ മനോരമയ്ക്ക് ആഹ്ലാദമാണ്, ആവേശമാണ്. അത് കൊള്ളാം, ഞങ്ങളെ ഗാന്ധിക്ക് പോലീസ് വേണം, നിങ്ങളെ മുഖ്യമന്ത്രിക്ക് പാടില്ല. അതാണ് മുഖ്യമന്ത്രിക്ക് എന്തിനിത്ര സുരക്ഷ? ഇത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയല്ല. ജാഥ ക്യാപ്റ്റൻ ആദ്യ ദിവസം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ സുരക്ഷയല്ല. അത് ഈ വിവരംപെട്ട ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു സുരക്ഷയുടെ ആവശ്യം ഇന്ന് കേരളത്തിൽ ഇല്ല. ഇനി അങ്ങനെ ഒരു സുരക്ഷ വേണം എന്ന് തോന്നിയാൽ പോലീസിന്റെ ആവശ്യവും മുഖ്യമന്ത്രിക്ക് വേണ്ടി വരില്ല. നിങ്ങൾ കൈയടിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ഈ പാർട്ടി സംരക്ഷിക്കുമെന്നായിരിക്കും. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഒരു സുരക്ഷ വേണം എന്ന് വന്നാൽ പോലീസിന്റെയോ നമ്മുടെ പാർട്ടിയുടെ പോലുമോ ആവശ്യം വേണ്ടി വരില്ല. കാരണം എന്താണ്? ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്താൻ കാരണം എന്താണ്? ജനങ്ങളോടൊപ്പമാണ് പാർട്ടിയും ഗവൺമെന്റും എന്ന് തോന്നാൻ കാരണം എന്താണ്? 63 ലക്ഷത്തോളം കേരളത്തിലെ
സാധാരണക്കാരായ മനുഷ്യർക്ക് മാസം 1600 വീട്ടിൽ പെൻഷനായി എത്തിച്ചു കൊടുക്കുന്ന ഒരു കേരളത്തിലെ ഗവൺമെന്റ്. ഇപ്പോ അതിദരിദ്രരുടെ കണക്കെടുത്തു. 64,000 കുടുംബങ്ങൾ കേരളത്തിൽ പട്ടിണി പാവങ്ങളാണ് എന്ന് കണ്ടെത്തി. പട്ടിണി പാവങ്ങളായിട്ട് വളരെ പാവങ്ങൾ. സർക്കാർ അവരെ ദത്തെടുക്കുകയാണ്, മുഴുവൻ ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായ നേട്ടം ജീവിതത്തിൽ അനുഭവിക്കുന്ന ലക്ഷോ